ഹലോ സ്റ്റുഡൻസ്, പലതരം പേശികളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അല്ലേ. ഇനി നമുക്ക് അസ്ഥികളെ പരിചയപ്പെടാം. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. നമ്മുടെ ശരീരത്തിലെ വിവിധ തരം അസ്ഥികളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് കൈകൾ ഏതൊക്കെ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയും? അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ പറ്റും. പിന്നെയോ നമുക്ക് സർക്കുലർ മോഷനിലും കൈ ചലിപ്പിക്കാൻ കഴിയും അല്ലേ. അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം വൈവിധ്യമാർന്ന ചലനങ്ങൾ സാധ്യമാകുന്നത്. ചെറുതും വലുതുമായ 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥ. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം എന്നിങ്ങനെ തരംതിരിക്കാം. ഇവിടെ നോക്കൂ, മനുഷ്യാസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം എന്നിങ്ങനെ തരം തിരിച്ച് എഴുതിയിട്ടുണ്ടല്ലേ. ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ. ആദ്യം അക്ഷാസ്ഥികൂടം 80 അസ്ഥികളുണ്ട്. ആദ്യത്തേത് തലയോട് 29 അസ്ഥികൾ, പിന്നെ മാറല് 1 അസ്ഥി. മൂന്നാമത്തേതോ വാരിയെല്ലുകൾ 24 അസ്ഥി. അടുത്തത് നട്ടെല്ല് 26 അസ്ഥി. അടുത്തതാണ് അനുബന്ധാസ്ഥികൂടം 126 അസ്ഥികളുണ്ട്. കൈകളിൽ 60 അസ്ഥി, തോൾ വലയത്തിലോ 4 എണ്ണം, ശ്രോണി വലയത്തിൽ 2 എണ്ണം, കാലുകളിലോ 60. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം എപ്രകാരമാണ് ചലനങ്ങളുടെ വൈവിധ്യം കൂട്ടുന്നതെന്ന് നോക്കാം. കൈകളിലെ പേശികളുടെയും അസ്ഥികളുടെയും പ്രവർത്തനം നിരീക്ഷിച്ച് ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ചിത്രം നോക്കൂ. ആദ്യത്തെ ചിത്രം കൈ മടക്കുന്നതാണല്ലേ. കൈ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുന്നു, നിവർത്തൽ പേശിയോ അയയുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ടെൻഡൻ കാണുന്നില്ലേ? അസ്ഥിയെയും പേശിയെയും ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി കൈ നിവർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൈ നിവർത്തുമ്പോൾ മടക്കൽ പേശി അയയുമല്ലേ. നേരത്തെ കൈ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ കൈ നിവർത്തിയപ്പോൾ അവ അയയുന്നു. നിവർത്തൽ പേശിയോ സങ്കോചിക്കുന്നു. പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കൈയിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്തരം പേശി ജോഡികളെ പ്രതിദ്വന്ദ്വി പേശികൾ എന്നാണ് പറയുന്നത്. പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇനി സ്റ്റിറോയിഡുകൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ചില രോഗങ്ങൾക്ക് ഔഷധമായിട്ട് നൽകാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധം ഉപയോഗിക്കുന്നത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണല്ലേ. എന്നാൽ ചില കായിക താരങ്ങൾ സ്റ്റിറോയിഡുകൾ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ കായിക മേഖലയിൽ നിന്നുയരാറുണ്ട്. സ്റ്റിറോയിഡ് പേശി കോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം. എന്നാൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവ വിവേകരഹിതമായി ഉപയോഗിക്കുമ്പോൾ പിൽക്കാലത്ത് സംഭവിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ ഇവർ ഓർക്കുന്നില്ല. ഇത് ഒരേ സമയം തന്നോടും സമൂഹത്തോടും ചെയ്യുന്ന കടുത്ത കുറ്റമാണ്. വിജയിക്കാനായി ഇത് ഉപയോഗിക്കുമ്പോൾ അവർ അറിയുന്നില്ല ഇത് തനിക്കും അതുപോലെ തന്നെ സമൂഹത്തിനും ദോഷകരമായ ഒന്നാണെന്ന്. ഇനി നമുക്ക് അസ്ഥി സന്ധികളെ പറ്റി നോക്കാം. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. സന്ധികൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. സന്ധികളുടെ വൈവിധ്യമനുസരിച്ച് ചലനങ്ങളുടെ വൈവിധ്യവും കൂടുന്നു. ഇവിടെ തന്നിരിക്കുന്ന മനുഷ്യാസ്ഥികൂടത്തിൻ്റെ ചിത്രം നോക്കൂ. 4 തരം സന്ധികൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? കീലസന്ധി, ഗോളരസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഇനി ഇവയുടെ സവിശേഷതയും ശരീരത്തിലെ സ്ഥാനവും നോക്കാം.
ആദ്യം കീലസന്ധി. നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്നു. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി കാണപ്പെടുന്നത്. അടുത്തത് വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം ഇവ സാധ്യമാക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയുണ്ട്? കാൽമുട്ടിൽ, കൈമുട്ടിലൊക്കെ ഉണ്ടല്ലേ. അടുത്തതാണ് ഗോളരസന്ധി. എല്ലാ തരത്തിലുമുള്ള ചലനങ്ങളും സാധ്യമാക്കുന്ന സന്ധിയാണ് ഗോളരസന്ധി. ഗോളാകൃതിയിലുള്ള ഒരു അസ്ഥിയുടെ അഗ്രഭാഗം കപ്പ് പോലെയുള്ള അടുത്ത അസ്ഥിയുടെ അഗ്രത്തിലെ കുഴിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൈകളിലെ അസ്ഥികൾ തോൾവലയത്തിലെ അസ്ഥികളുമായി ചേരുന്ന സന്ധി, കാലിലെ അസ്ഥികൾ ശ്രോണീവലയ അസ്ഥികളുമായി ചേരുന്ന സന്ധിയുമാണ് ഗോളരസന്ധികൾക്ക് ഉദാഹരണങ്ങൾ. അഞ്ചാമത്തെ സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. നമ്മുടെ ആംഗിളിലും റിസ്റ്റിലുമൊക്കെയുള്ള സന്ധിയാണിത്. രണ്ട് അസ്ഥിയുടെ പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനമുള്ള സന്ധിയാണിത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. സന്ധികളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് അതിൻ്റെ ഘടന എത്രമാത്രം അനുയോജ്യമാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. ചോദ്യം 1. ചെറുതും വലുതുമായ ഡാഷ് അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥ. ഉത്തരം 206. ചോദ്യം 2. മനുഷ്യാസ്ഥികൂടത്തെ എങ്ങനെയെല്ലാം തരം തിരിക്കാം? ഉത്തരം അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. ചോദ്യം 3. മനുഷ്യന്റെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 29. ചോദ്യം 4. മനുഷ്യന്റെ വാരിയെല്ലുകളിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 12 × 2 = 24. ചോദ്യം 5. പദബന്ധം പൂർത്തിയാക്കുക. കാലിലെ അസ്ഥികൾ 60 ഡാഷ് 26. ഉത്തരം നട്ടെല്ല്. ചോദ്യം 6. ശ്രോണി വലയത്തിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 1 × 2 = 2. ചോദ്യം 7. കൈകൾ നിവർത്തുമ്പോൾ കുറുകുന്ന പേശി ഏത്? ഉത്തരം നിവർത്തൽ പേശി. ചോദ്യം 8. കൈകൾ നിവർത്തുമ്പോൾ അയയുന്ന പേശി ഏത്? ഉത്തരം മടക്കൽ പേശി. ചോദ്യം 9. കൈകൾ മടക്കുമ്പോൾ കുറുകുന്ന പേശി ഏത്? ഉത്തരം മടക്കൽ പേശി. ചോദ്യം 10. പ്രതിദ്വന്ദ്വി പേശികൾ എന്നാൽ എന്ത്? ഉത്തരം പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കൈയിലെ പേശികളിലൊന്ന് കുറുകുമ്പോൾ മറ്റേത് അയയുന്നു. ഇത്തരം പേശി ജോഡികളെ പ്രതിദ്വന്ദ്വി പേശികൾ എന്നു പറയുന്നു. ചോദ്യം 11. മിക്ക പേശി ചലനങ്ങളുടെയും അടിസ്ഥാനം എന്ത്? ഉത്തരം പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീരചലനങ്ങളുടെയും അടിസ്ഥാനം.